പാരൻറ്റിങ് എന്ന പ്രോസസ്സ് എന്താണ് എന്ന് പലപ്പോഴും ആളുകൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് പാരൻറ്റിങ് എന്ന് പറയുന്നത്? സോ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് റൈസിങ് എ ചൈൽഡ് ഫ്രം ഇൻഫാൻസി ടു അഡൽട്ട്ഹുഡ്. കുട്ടിക്കാലം മുതൽ ഒരു കുട്ടിക്കാലത്തെ മുതൽ അഡൽട്ട്ഹുഡ് വരെ ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ടുവരിക എന്നതാണ് ശരിക്കും യഥാർത്ഥത്തിൽ പാരൻറ്റിങ്. ടു സപ്പോർട്ട് ദെയർ ഫിസിക്കൽ, കോഗ്നിറ്റീവ്, സോഷ്യൽ, ഇമോഷണൽ ആൻഡ് എഡ്യൂക്കേഷണൽ ഡെവലപ്മെൻറ്റ്. അവിടെയാണ് വളരെ ഇമ്പോർട്ടൻ്റ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കുണ്ട്, ടു സപ്പോർട്ട് ദെയർ ഫിസിക്കൽ, കോഗ്നിറ്റീവ്, സോഷ്യൽ, ഇമോഷണൽ ആൻഡ് എഡ്യൂക്കേഷണൽ ഡെവലപ്മെൻറ്റ്. അവരെ സഹായിക്കുക, അവരുടെ ശാരീരികമായ, ചിന്താപരമായ, സാമൂഹികപരമായ, വൈകാരികപരമായ, അത് വിദ്യാഭ്യാസപരമായ ഡെവലപ്മെൻറ്റ് ഇത് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഒരു പാരൻറ്റിങ്ങിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പം നമ്മുടെ ഈ നാട്ടിൽ പാരൻറ്റിങ്, പുതിയ പാരൻറ്റിങ് സംവിധാനത്തിലൊക്കെ നമ്മൾ കാണുന്നത് വരുന്ന തലമുറക്ക് വേണ്ടി 10, 15, 20 തലമുറക്ക് വേണ്ടിയിട്ട് കോടികൾ സമ്പാദിച്ചു കൂട്ടി എല്ലാം പറയും ഇതൊക്കെ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ്, ഇതൊക്കെ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്നതാണെന്നാണ് പലപ്പോഴും പാരൻസ് പറയാറ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഞാനിത് ചെയ്യണ്ട എന്നല്ല പറയുന്നത്, മറിച്ച് ഒരു പാരൻറ്റിങ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്വന്തമായി അവൻ തന്നെ ശാരീരികമായും, ചിന്താപരമായും, അതേപോലെ സാമൂഹികമായും, ഇമോഷണലായും, വിദ്യാഭ്യാസപരമായുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് പാരൻറ്റിങ്. അവർക്ക് വേണ്ടി കാലാകാലം ജീവിക്കുന്നത് സ്വന്തമായി ഉണ്ടാക്കി അവനെ ഒരു ഈ മുട്ട കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തുന്നത് പോലെ ഒരു കൂട്ടിലിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ, ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു പ്രയാസവും ഇല്ലാതെ വളർത്തിക്കൊണ്ടുവരിക എന്ന ഒരു ചിന്ത, അല്ലെങ്കിൽ അങ്ങനെ ഒരു അർത്ഥം തന്നെ പാരൻറ്റിങ്ങിന് ഇല്ല. നമ്മളെപ്പോഴും വളരെ അധികം കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പോൾ ഒരുപാട് ഈ മൃഗങ്ങളിൽ നിന്നും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇപ്പോൾ ജിറാഫ് പ്രസവിച്ചു കഴിഞ്ഞാൽ, ആ കുഞ്ഞ് പ്രസവിച്ച് താഴെ വീഴുന്നു, ഉടനെ തന്നെ തള്ള ജിറാഫ് പോയിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സുണ്ട്. തള്ള ജിറാഫ് ചെയ്യുന്ന പണി എന്താ? പ്രസവിച്ച് വീണ പിഞ്ചു കുഞ്ഞാണ്, ആ കുഞ്ഞിൻ്റെ കടങ്കാലിന് നോക്കി ഒരു കിക്ക് കൊടുക്കാൻ. കാണുമ്പോൾ നമുക്ക് ക്രൂരതയായിട്ട് തോന്നും. കുഞ്ഞ് താഴെ വീഴുന്നു, കഷ്ടപ്പെട്ട് വീണ്ടും എഴുന്നേൽക്കുന്നു, തള്ള ജിറാഫ് പോയി വീണ്ടും കടങ്കാലിന് ഒരു കിക്ക് കൊടുക്കുന്നു, അത് താഴെ വീഴുന്നു, വീണ്ടും എഴുന്നേൽക്കുന്നു. എന്താണ് അത്? സ്വന്തമായി അതിലൂടെ കൊടുക്കുന്നത്, ആ കൊടുക്കുന്ന ഓരോ കിക്കും എന്താണ്? സ്വന്തമായി ആ കുഞ്ഞു ജിറാഫിനെ സ്വന്തമായി നിൽക്കാനുള്ള പ്രാപ്തി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് അവിടെ തള്ള ജിറാഫ് ചെയ്യുന്നത്. ഇത് ശരിക്കും പാരൻറ്റിങ് ആണ്. അപ്പോൾ അവർ സ്വന്തമായി നിൽക്കുക, അല്ലെങ്കിൽ സ്വന്തമായി എല്ലാ കാര്യം ചെയ്യുക എന്ന ലെവലിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സാണ് പാരൻറ്റിങ്. അല്ലാതെ അവർക്ക് വേണ്ടുന്നതൊക്കെ പല രക്ഷിതാവൊക്കെ സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, എൻ്റെ മകനെ ഞാൻ വിദ്യാഭ്യാസമൊന്നും കൊടുക്കുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല, കാരണം എൻ്റെ ബിസിനസ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞാൽ അവൻ സ്വന്തമായി ബിസിനസ്സൊക്കെ നടത്തി, എൻ്റെ ബിസിനസ് സംരംഭങ്ങളൊക്കെ ഏറ്റെടുത്ത് അത് നടത്തി കാര്യങ്ങളൊക്കെ അവൻ ചെയ്തോളും, അതിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പ്ലാൻ ചെയ്യുന്നത് എന്ന് പല രക്ഷിതാക്കളും പറയാറുണ്ട്. യഥാർത്ഥത്തിൽ നമുക്കറിയാം, എഡ്യൂക്കേഷണൽ ഡെവലപ്മെൻറ്റ് ഒരു വിദ്യാർത്ഥിക്ക്, ഒരു രക്ഷിതാവിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടി ഒരു രക്ഷിതാവിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെൻറ്റാണ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷനോളം വരുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു രക്ഷിതാവിനും ഒരു കുട്ടിക്കും കൊടുക്കാൻ പറ്റില്ല. നമ്മൾ കോടികൾ അവൻ്റെ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്ത് കൊടുക്കുന്നതും അവനൊരു നല്ലൊരു PGയും അല്ലെങ്കിൽ ഒരു നല്ല ഒരു ഉദ്യോഗവും ഉണ്ടാക്കി കൊടുക്കുന്നതും തമ്മിൽ രാപ്പകൽ വ്യത്യാസമുണ്ട്. രക്ഷിതാവിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്? എഡ്യൂക്കേഷനാണ്. വലിയ സന്തോഷം ഉണ്ടായത്, അടുത്തിടെ ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഒരു രക്ഷിതാവിനെ കണ്ടു. ഒരു ക്യാൻസർ പേഷ്യൻ്റാണ് അവരുടെ മകൻ. അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ കുറേ കാര്യം സംസാരിച്ചു. അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ വെറുതെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു, എന്താണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കുട്ടിക്ക് ചെറിയൊരു പ്രയാസമാണ്, വേറൊരു മൂത്ത മകളുണ്ട്, അവൾ പഠിക്കുകയാണ്, വലിയൊരു കോഴ്സ് പഠിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് കോഴ്സാണ്, എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, നിങ്ങൾക്ക് സ്വന്തമായി വീടുണ്ടോ? ഇല്ല, വീടില്ല, ഒരു വാടക വീട്ടിലാണ്. അതെന്ത് പറ്റി, സ്വന്തമായി വീടില്ലാത്ത എന്താ? അതെ സാറ്, എൻ്റെ മകൾക്ക് ഹയർ എഡ്യൂക്കേഷൻ ചെയ്യണമെന്ന സമയത്ത് മകളോട് ചോദിച്ചു, നീ എന്താണ് പഠിക്കുന്നത്? അപ്പോൾ മകൾ പറഞ്ഞു, എനിക്ക് ഇന്ന കോഴ്സ് പഠിക്കണം. നല്ല കാശ് ചിലവുണ്ട് സാർ, നമ്മുടെ കയ്യിൽ കാശുണ്ടായിരുന്നില്ല.
മകൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെന്ന് തോന്നിയപ്പോൾ എൻ്റെ വീടും സ്ഥലവും ഞാൻ അങ്ങ് വിറ്റു. ആ പണം കൊണ്ടുപോയി അവൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു. നമ്മളിപ്പോൾ ഒരു വാടക വീട്ടിലാണ്. അങ്ങനെ മകള് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് അവിടെ കോഴ്സൊക്കെ കഴിഞ്ഞ് ഒരു ജോലിയൊക്കെ കിട്ടി. നമ്മൾ വീണ്ടും സ്വന്തമായി വീടിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കും. എന്തൊരു ധൈര്യം! ഞാൻ ഇങ്ങനെ ചിന്തിച്ച് പോയാണ്. പലപ്പോഴും ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പാരൻസിനോട് എനിക്കൊരു കോഴ്സ് പഠിക്കണം, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് വിദ്യാഭ്യാസം വേണം, നമ്മൾ സ്വന്തം ഇരിക്കുന്ന വീടും പറമ്പും ഒന്ന് വിൽക്കണമെന്ന് പറഞ്ഞാൽ എത്ര ആളുകൾ തയ്യാറാകും? പല ആളുകളും അതിനെ എഗെയിൻസ്റ്റ് ചെയ്യും. കാരണം നീ അങ്ങനെ വീടും സ്ഥലമൊന്നും വിട്ടിട്ട് പഠിക്കണ്ട, അതിനുള്ള പഠിപ്പ് നിനക്ക് വേണ്ട എന്ന് സാധാരണ നമ്മളൊക്കെ പറയാറുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവനെ സപ്പോർട്ട് ചെയ്യുക, അതിൻ്റെ ശാരീരികമായ അതേപോലെ കോഗ്നിറ്റീവായ ചിന്താപരമായ അല്ലേ എല്ലാ രീതിയിലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ചിന്താപരമായ സപ്പോർട്ട് എന്ന് പറയുന്നതാണ് കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൊടുക്കുന്നത്. ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം പല പല കളിപ്പാട്ടങ്ങളും നമ്മൾ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്നുണ്ട്. ആ കളിപ്പാട്ടങ്ങളൊക്കെ അവർ നിമിഷ നേരം കൊണ്ട് പൊട്ടിച്ച് അല്ലെങ്കിൽ അതിനെ നാശമാക്കി തീർക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അവരെ അടിക്കും അല്ലേ. യഥാർത്ഥത്തിൽ അതൊരു കോഗ്നിറ്റീവ് ഡെവലപ്മെൻ്റാണ് അവന് സംഭവിക്കുന്നത്. ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ നമ്മൾ കുട്ടിക്ക് ഒരു ഓട്ടോമാറ്റിക്കലി ഓടുന്ന ഒരു കാറ് വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ കുട്ടി അതിൻ്റെ സ്ക്രൂ ഒക്കെ അഴിച്ച് അതിനെ പുറത്തെടുത്ത് അല്ലേ, യഥാർത്ഥത്തിൽ അവൻ്റെ ചിന്ത അവിടെ പ്രവർത്തിച്ചു. കുട്ടി ചിന്തിച്ചു, ഇതിൻ്റെ അകത്ത് എന്താണ്, എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഓട്ടോമാറ്റിക്കലി ഓടുന്നത്, എന്താ ഇതിൻ്റെ അകത്തുള്ള സാധനം, അത് അറിയാനുള്ള ജിജ്ഞാസ കൊണ്ട് ആകാംക്ഷ കൊണ്ട് ആ കുട്ടി അത് അഴിച്ചു നോക്കുന്നു. അപ്പോൾ അവനിക്ക് അടി കിട്ടുന്നു. അപ്പോൾ കോഗ്നിറ്റീവ് സപ്പോർട്ട് ചെയ്യുന്നത് ഓരോരോ ഉദാഹരണമാണ്. വിശാലമായി പറയാൻ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് ഫിസിക്കൽ സപ്പോർട്ട് എന്ന് പറയുന്നത് ശാരീരികമായി കുട്ടികൾ കളിച്ച് വളരുക എന്നുള്ളതാണ്. കളിക്കുക, ശാരീരികമായിട്ട് ശരിക്കും മണ്ണിൽ പോയി നല്ല കൂലി വർക്ക് ചെയ്യുന്ന ആളുകളെ പോലെ മണ്ണിൽ പോയി കളിച്ച് മണ്ണ് പുരണ്ട് ശരീരത്തിൽ മണ്ണൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ നല്ല മെച്ചമാണ്. ഇമ്മ്യൂണിറ്റി പവർ, രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും. അവർക്ക് ത്വക്ക് രോഗങ്ങൾ ഉണ്ടാവില്ല, സ്കിൻ ബേസ്ഡ് ആയിട്ടുള്ള ഡിസീസുകൾ ഉണ്ടാവില്ല, അവർക്ക് രോഗപ്രതിരോധ ശേഷി കൂടും. അവരെ ഏത് രോഗം വന്നാലും അത് പ്രതിരോധിക്കാനുള്ള കഴിവ് അവർക്കുണ്ടാകും. ഈ രീതിയിലേക്ക് ഫിസിക്കലായിട്ടുള്ള സപ്പോർട്ട്, സോഷ്യൽ സപ്പോർട്ട്, സാമൂഹികമായിട്ട് ആളുകളെ ബഹുമാനിക്കാനും ആളുകളോട് ഇടപെടാനും ആളുകളെ കാണുമ്പോൾ ഹായ് പറയാനും അവരുമായിട്ട് സോഷ്യൽ ഇൻട്രാക്ഷൻ നടത്താനും ഒരു രക്ഷിതാവ് സപ്പോർട്ട് ചെയ്യണം അല്ലേ. ഇപ്പോൾ നമ്മൾ സാധാരണ ചെറിയ കുട്ടികളോടൊക്കെ നമ്മൾ പറയാറുണ്ട്, ആരെ കണ്ടാലും സംസാരിച്ച് പോകരുത്, ആരോടും നോക്കരുത്, ആരോടും മിണ്ടരുത് എന്നൊക്കെ പറയുന്ന ചില വാക്കുകളൊക്കെ പലപ്പോഴും കുട്ടികളെ വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കും. അങ്ങനെയുള്ള കുട്ടികളെ അത്തരം കമൻറ്റുകളിലൂടെയാണ് പലപ്പോഴും അത്തരം കുട്ടികളൊക്കെ ഇൻട്രോവേർട്ടി എന്ന രീതിയിലേക്ക്, ഇൻട്രോവേഴ്സിയിലേക്ക് പോകുന്നത്. ഒറ്റപ്പെടൽ, ഇമോഷണലായിട്ടുള്ള, കുട്ടിക്ക് കരയാനുള്ള സ്വാതന്ത്ര്യം, കുട്ടിക്ക് ചിരിക്കാനുള്ള സ്വാതന്ത്ര്യം, കുട്ടിക്ക് സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ, അതേപോലെ കുട്ടി ഏതെങ്കിലും ഒരു വിഷയത്തിൽ അപ്സെറ്റ് ആവുന്ന സമയത്ത് ദുഃഖിക്കാനുള്ള കാര്യം, അവൻ്റെ നീരസം അറിയിക്കാനുള്ള കാര്യം, ഇതൊക്കെ അങ്ങനെയുള്ള സപ്പോർട്ടുകൾ. എഡ്യൂക്കേഷണൽ സപ്പോർട്ട് നാം ഓൾറെഡി പറഞ്ഞു. ഈ രീതിയിൽ ഒരു ചൈൽഡ്ഹുഡിൽ നിന്നും അഡൽട്ട്ഹുഡിലേക്ക് അവന് സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സപ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ പാരന്റിങ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ജോബ് ദാറ്റ് ഇൻവോൾവ്സ് nurturing, protecting and guiding children and preparing them for independence. This is very important. അതാണ് അവിടെ കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ഗൈഡ് ചെയ്യുക, അതേപോലെ തന്നെ അവർ സ്വതന്ത്രരായി ജീവിക്കാൻ അവരെ തയ്യാറാക്കുക. അതാണ് സ്വതന്ത്രമായിട്ട് എല്ലാ കാലവും അല്ലേ. പിന്നെ കല്യാണം കഴിഞ്ഞിട്ടും സ്വന്തമായി അവനക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥാവിശേഷം പലപ്പോഴും പാരൻസിനുണ്ട്. ഇപ്പോൾ ഈ ഫോറിൻ കൺട്രിയിലൊക്കെ താമസിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ വലിയ പ്രശ്നമാണ്. ഇപ്പോൾ അവർക്ക് അവിടെ ഫോറിൻ കൺട്രീസിലൊക്കെ ആണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുന്നു, സ്കൂളിൽ പോകുന്നു, ഒരു ഫ്ലാറ്റ് സിസ്റ്റം ആയിരിക്കും, പുറത്ത് ആളുകളായിട്ട് മിംഗ്ലിംഗ് ഇല്ല, കളിയില്ല, പുറത്തിറങ്ങില്ല. അത്തരം ആളുകൾ അങ്ങനെ ഒരു ലൈഫ് നയിച്ചിട്ട് നമ്മുടെ നാട്ടിൽ വന്ന് ആളുകളോട് സംസാരിക്കാൻ തയ്യാറല്ല, അവർക്ക് നടക്കാൻ പറ്റില്ല, വെയിൽ കൊള്ളാൻ പറ്റില്ല. എന്താ പ്രശ്നം? ആ വെയിൽ കൊണ്ടുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു? ബോധം കെട്ട് വീഴുന്നു. അല്ലെങ്കിൽ അവർക്കൊരു സ്ഥലത്ത് പോയി ക്യൂ നിൽക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റില്ല, സ്ട്രഗ്ലിംഗ് എടുക്കാൻ പറ്റില്ല.
അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എൻ്റെ മകനിക്ക് ഒരു കഷ്ടവും ഒരു പ്രയാസവും വരാൻ പാടില്ല, ഇറ്റ്സ് ഓക്കെ, നമുക്ക് അങ്ങനെ ഒരു രക്ഷിതാവിന് അങ്ങനെയുള്ള ഒരു പൊസസീവ്നെസ്സിനെ നമുക്ക് അംഗീകരിക്കാം. പക്ഷേ അത് വരുത്തി വരുന്നത് ഗുണത്തേക്കാൾ ഒരു ദോഷമാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിലൊക്കെ ഫിസിക്കലായും കോഗ്നിറ്റീവായും സോഷ്യലായും ഇമോഷണലായും എല്ലാ രീതിയിലും അവരെ സപ്പോർട്ട് ചെയ്ത് സ്വതന്ത്രരായി ജീവിക്കാനുള്ള ഒരു ലെവലിലേക്ക് അവരെ എത്തിക്കുക എന്ന ഒരു വലിയ ഒരു ദൗത്യമാണ് പാരൻറ്റിങ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് പാരൻറ്റിങ് ക്യാൻ ഇൻവോൾവ് മെനി പീപ്പിൾ. നമുക്ക് പാരൻറ്റിങ്ങിൽ ഒരുപാട് ആളുകൾക്ക് ഇൻവോൾവ് ചെയ്യാം. അവർക്ക് നോട്ട് ജസ്റ്റ് എ ചൈൽഡ്സ് ബയോളജിക്കൽ പാരൻസ്. ഇപ്പോൾ ബയോളജിക്കലായിട്ടുള്ള അവരുടെ അച്ഛനും അമ്മയും തന്നെ ആവണമെന്നില്ല. ഇറ്റ് ക്യാൻ ഇൻക്ലൂഡ് കെയർ ഗിവർ ആവാം, ഗാർഡിയൻസ് ആവാം, ഗ്രാൻഡ് പാരൻസ് ആവാം, അതർ റിലേറ്റീവ്സ് ആവാം, ഓർ നോൺ റിലേറ്റഡ് കാരിയേഴ്സ് ആവാം. അപ്പോൾ ഇത്തരം ആളുകൾക്കൊക്കെ പാരൻ്റ് ആവാം. ഇപ്പോൾ ചില സമയത്ത് പ്രസവത്തിലൂടെ മരിച്ചു പോകുന്ന അമ്മമാർ, ഇപ്പോൾ ചില സ്ത്രീകൾ പ്രസവത്തോടു കൂടി മരണപ്പെടും. അവരെ കെയർ ചെയ്യുന്നത് ആരാണ്? അച്ഛനും അമ്മയും ഒരുമിച്ച് നഷ്ടപ്പെടുന്നു. ആരാ കെയർ ചെയ്യേണ്ടത്? ചില സമയത്ത് അവരുടെ ഗ്രാൻഡ് പാരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ അമ്മയുടെ സിസ്റ്റേഴ്സ് ആയിരിക്കാം, അച്ഛൻ്റെ സിസ്റ്റേഴ്സ് ആയിരിക്കാം. പക്ഷേ ഇവിടെ എല്ലാം ശ്രദ്ധിക്കേണ്ടത് എന്താണ്? അമ്മ എന്ന ഒരു ആ സ്ഥാനമുണ്ട്, ആ ഒരു പൊസിഷനുണ്ട്. ആ പൊസിഷനാണ്, അല്ലെങ്കിൽ അച്ഛൻ എന്ന ഒരു പൊസിഷനിലാണ് കാര്യങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള നമ്മുടെ അമ്മയോളം വരില്ല ഒരാളും, എന്നാൽ പോലും ബയോളജിക്കൽ പാരൻസ് കെയർ ചെയ്യുന്നതോളം വരില്ല വേറൊരാളുടെ കെയറിങ്. എന്നാൽ പോലും അത്തരമൊരു സാഹചര്യത്തിൽ കുട്ടികൾക്ക് മറ്റുള്ള ഈ പറയപ്പെട്ട ആളുകളെ കൂടി പാരൻസായി കണക്കാക്കാം. പക്ഷെ മനഃശാസ്ത്രം ഒരു കാര്യം പറയുന്നുണ്ട്, ആര് കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒരാൾ സ്ഥിരമായി കെയർ ചെയ്യണമെന്നാണ് അർത്ഥം. ഉദാഹരണത്തിന് ഇപ്പോൾ അമ്മ ജീവിച്ചിരിപ്പുണ്ട്, അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല, അവർ നല്ല രീതിയിലുള്ള ഒരു ഫാമിലി ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോയാണ്. അങ്ങനെയാണെങ്കിൽ ഈ മക്കളെ പൂർണ്ണമായും പരിപാലിക്കേണ്ടത് ആരാണ്? അച്ഛനും അമ്മയും തന്നെയാണ്. അവർ സ്ഥിരമായി അവർ തന്നെ എന്ത് ചെയ്യണം? കെയർ ചെയ്യണം. ഇനി അച്ഛനും അമ്മയും ഉണ്ട്, പക്ഷെ അവർ കെയർ ചെയ്യുന്നില്ല. കെയർ ചെയ്യാൻ വേണ്ടി കെയർ ഗിവേഴ്സിനെ, കെയർ ടേക്കേഴ്സിനെ ഏൽപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെ മാറി മാറി കെയർ ചെയ്യുന്നത് കുട്ടിയുടെ വളർച്ചയെ ബാധിക്കും, അവൻ്റെ ഇമോഷണലായിട്ടുള്ള ഡെവലപ്മെൻറ്റിനെ അത് ബാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരാൾ സ്ഥിരമായി എന്ത് ചെയ്യണം? അവർക്ക് സ്ഥിരമായിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ ഗാർഡിയൻസ്, ഗ്രാൻഡ് പാരൻസിനൊക്കെ ചെയ്യാം, പ്രശ്നമൊന്നുമല്ല. പക്ഷേ ഇവരാണ് ചെയ്യുന്നതെങ്കിൽ അവർ തന്നെ സ്ഥിരമായി എന്ത് ചെയ്യണം? സപ്പോർട്ട് കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഇതാണ് നമുക്ക് മറ്റൊരു ചില ആളുകൾ പണ്ട് കാലത്തൊക്കെ ഈ പല കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. അമ്മ ഉണ്ടെങ്കിൽ പോലും നല്ല നല്ല സ്ത്രീകളെ, മക്കളെ നോക്കാൻ വേണ്ടി ഏൽപ്പിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ചില ഈ കഥകളിലൂടെ, ചരിത്രങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ വായിക്കാറുണ്ട്. അപ്പോൾ അമ്മയുണ്ടെങ്കിൽ പോലും അമ്മയേക്കാൾ നല്ലൊരു സ്ത്രീയെ പണം കൊടുത്ത്, കൂലി കൊടുത്ത് മുലയൂട്ടാനും, അതുപോലെ തന്നെ അവർക്ക് മുലയൂട്ടുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ അവരെ കൃത്യമായി കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടിയിട്ടും അവരെന്ത് ചെയ്യാറുണ്ട്? ഏൽപ്പിക്കാറുണ്ട് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ എന്തായാലും പാരൻസ് എന്ന് പറയുന്നത് ഇവരാരൊക്കെ ആയാൽ പോലും ചെയ്യേണ്ടത് എന്താണ്? അവരെ എല്ലാം നമ്മൾ ചെയ്തു കൊടുത്ത്, എല്ലാം നമ്മൾ ഒരു സ്പൂൺ ഫീഡിങ് എന്നൊരു സിസ്റ്റം അല്ല വേണ്ടത്, മറിച്ച് സ്വന്തമായി ഇൻഡിപെൻഡൻ്റായി ജീവിക്കാനുള്ള ഒരു കഴിവ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് പാരൻറ്റിങ് പ്രോസസ്സ്. താങ്ക് യു.